നമസ്കാരം. എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നത് വയനാട് കോൺക്ലേവിൽ കോൺഗ്രസ് തീരുമാനിക്കും. അങ്ങനെ വന്നാൽ 5-ലധികം എംപിമാർ മത്സരിക്കും. അടൂർ പ്രകാശ്, ശശി തരൂർ, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ, കെ സുധാകരൻ എന്നിവർ മത്സരിക്കാൻ സന്നദ്ധരാണ്. കെ.സി. വേണുഗോപാൽ മത്സരിക്കുമോ എന്നതും നിർണായകമാണ്. കോന്നിയായാലും അടൂർ പ്രകാശിന് മത്സരിക്കാൻ ആഗ്രഹം. പാലക്കാട് ഷാഫിയും വൈപ്പിനിൽ ഈഡനും കണ്ണൂരിൽ സുധാകരനും മത്സരിക്കാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യത തേടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയം ഈ മാസം പകുതിയോടെ പൂർത്തിയാക്കി പ്രചരണത്തിൽ മുൻതൂക്കം നേടാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിൽ തീർപ്പാക്കി ജനുവരി 15 ശേഷം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാനാണ് നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപന കാലതാമസം പ്രചാരണത്തെ ബാധിച്ചുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നേരത്തെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. യു.ഡി.എഫിന്റെ കേരള ജാഥയ്ക്ക് മുമ്പ് തീരുമാനമുണ്ടാകും. മിക്കവാറും എല്ലാ സിറ്റിംഗ് എം.എൽ.എമാരും മത്സരിക്കും. മുതിർന്ന നേതാക്കളെ ജയസാധ്യത പരിഗണിച്ച് സ്ഥാനാർത്ഥികളാക്കും. പകുതി സീറ്റുകളിൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തുക എന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നടപ്പാക്കുന്നതിനൊപ്പം പുതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. നിലവിലെ എം.എൽ.എമാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കുമെങ്കിലും പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പുതിയ പകരക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. മുൻ കെ.പി.സി.സി പ്രസിഡന്റുമാരായ കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി.എം. സുധീരൻ തുടങ്ങിയവരുടെ പേരുകൾ സ്ഥാനാർത്ഥി ചർച്ചകളിൽ സജീവമാണെങ്കിലും എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് നിർണായകമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്ത പ്രാദേശിക സ്വീകാര്യത എന്ന ഫോർമുല ഇത്തവണയും ആവർത്തിക്കും. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം കൂടി മാനിച്ചാകും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ആരംഭിക്കുന്ന നേതൃ ക്യാമ്പിൽ സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങൾ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായേക്കും. ലക്ഷ്യം 2026 എന്നാണ് കോൺക്ലേവിന്റെ പേര്. 70 സീറ്റുകൾ സ്വന്തമായി കോൺഗ്രസ് നേടുന്ന സാഹചര്യം ഉണ്ടാക്കും. മാധ്യമ പ്രവർത്തകർ അടക്കം പല അപ്രതീക്ഷിത മുഖങ്ങളും കോൺഗ്രസ് പട്ടികയിലുണ്ട്. രമേശ് പിഷാരടിയും സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറെയുണ്ട്. ലോക്സഭ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനായി പാർട്ടി കോൺക്ലേവ് തീരുമാനമെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ നയവും തന്ത്രവും തയ്യാറാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതും സജീവമായി തന്നെ നിലനിർത്തും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കർശനമായ മാനദണ്ഡങ്ങൾ ഈ കോൺക്ലേവിൽ രൂപീകരിക്കും. കെ.പി.സി.സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഈ ക്യാമ്പിൽ പ്രാഥമിക ചർച്ചകൾ നടക്കും. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നിലപാട് തേടാനും സംയുക്തമായൊരു ശുപാർശ നൽകാനും നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ട്. നിലവിലെ എം.എൽ.എമാരുടെ പ്രകടന റിപ്പോർട്ട് ചർച്ചയാക്കും. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു.ഡി.എഫ് ഘടകകക്ഷികളുമായി നടത്തേണ്ട സീറ്റ് വിഭജന ചർച്ചകളുടെ രൂപരേഖ ഇവിടെ തയ്യാറാക്കും. ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ വിട്ടുവീഴ്ചകൾ എവിടെയൊക്കെ വേണമെന്ന കാര്യത്തിൽ ധാരണയിലെത്താൻ കോൺഗ്രസ് ശ്രമിക്കും. ക്യാമ്പിന് പിന്നാലെ ഔദ്യോഗികമായി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രചരണ തന്ത്രങ്ങൾക്ക് ക്യാമ്പ് രൂപം നൽകും. വി.ഡി. സതീശനെതിരെയുള്ള അന്വേഷണങ്ങൾ രാഷ്ട്രീയമായി എങ്ങനെ നേരിടണമെന്നതും അജണ്ടയിലുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപായി താഴെത്തട്ടുള്ള കമ്മിറ്റികളെ സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങൾ കോൺക്ലേവ് വിലയിരുത്തും. ഡി.സി.സി അധ്യക്ഷന്മാരും കെ.പി.സി.സി ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്.